പ്രിയപ്പെട്ട കുട്ടികളെ, ഇൻ ദി ലാസ്റ്റ് ക്ലാസ് നമുക്ക് മൊമെൻറ്റത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും. മൊമെൻറ്റം ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ബോഡി. ഇറ്റ് ഈസ് നോട്ട് ദി പ്രോപ്പർട്ടി ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ബോഡി അതിന് മൊമെൻറ്റം ഇല്ല. ദർ ഇസ് നോ മൊമെൻറ്റം. And when a body at rest has no momentum, it is only the property of the moving body. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് മാത്രമേ എന്തുള്ളൂ, നമ്മുടെ മൊമെൻറ്റം ഉള്ളൂ. അപ്പോൾ ദ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റം ഈസ് P is equal to m into v, മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, when mass increases, momentum also increases. Also, when speed or velocity increases, momentum also increases. When a body moving with an initial velocity u, its initial momentum is equal to mu. And when after some time or after a time t seconds, when its velocity changes to v, its final momentum is equal to m into v, and change of momentum is equal to final momentum minus initial momentum. എല്ലായ്പ്പോഴും ഫൈനൽ മൊമെൻറ്റം ആണ് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് mv minus mv, or rate of change of momentum of a moving body is equal to mv minus mu divided by t. That is m into v minus u ഡിവൈഡഡ് ബൈ ടി. അതേക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്കത് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് നോക്കൂ, നിങ്ങൾ മൊമെൻറ്റം കാണുന്നതിനുള്ള ഇക്വേഷനാണ് P is equal to mv, ആൻഡ് മൊമെൻറ്റം ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, അല്ലേ? ഇനി യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അടുത്തേക്ക് കിടക്കാം. ഇനീഷ്യൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു നമുക്കറിയാം mu. ഫൈനൽ മൊമെൻറ്റം നമുക്കറിയാം mv. ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമുക്കറിയാം mv മൈനസ് mu. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു mv മൈനസ് mu ഡിവൈഡഡ് ബൈ t, ഓർ m ഇൻറ്റു v മൈനസ് u ഡിവൈഡഡ് ബൈ t. അതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു mv മൈനസ് mu ഡിവൈഡഡ് ബൈ t, ഓർ m ഇൻറ്റു v മൈനസ് u ഡിവൈഡഡ് ബൈ t. ഓക്കെ, ഇനി ചെറിയൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. എ ലോഡഡ് ലോറി ഓഫ് മാസ് 12,000 kilogram moves with a velocity of 12 meter per second. Its velocity becomes 10 meter per second after 5 seconds. What is the initial momentum and what is the final momentum? അതിപ്പോൾ നമുക്കിപ്പോൾ തന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം ആൻഡ് വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഈ ഇത് നോക്കൂ, നിങ്ങൾ പ്രോബ്ലം തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. m is equal to 12,000 kilogram. ഇനി ഇനീഷ്യൽ വെലോസിറ്റി u is equal to നമുക്കറിയാം 12 meter per second. സോറി, മാസ് നമുക്കറിയാം, മാസ് is equal to 12,000 kilogram, and initial velocity u is equal to 12 meter per second, and final velocity v is equal to നമുക്കറിയാം 10 meter per second, and time t is equal to നമുക്കറിയാം 5 seconds. നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ശരി, തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. ഇതൊന്നും കൂടി നോക്കൂ. ഇനീഷ്യൽ മൊമെൻറ്റം mu, ഫൈനൽ മൊമെൻറ്റം mv, ആൻഡ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം mv മൈനസ് mu, ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം mv മൈനസ് m ഇൻറ്റു v മൈനസ് u ബൈ t. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്നിട്ട് നമുക്ക് കണക്കിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്കറിയാം, മാസ് ഇസ് ഈക്വൽ ടു m ഇസ് ഈക്വൽ ടു 12,000 kilogram, അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി u ഇസ് ഈക്വൽ ടു 12
meter per second. And final velocity v is equal to നമുക്കറിയാം എത്രയാണ് 10 meter per second. And t is equal to time t is equal to എത്രയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ 5 സെക്കൻഡ് ആണെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം എത്രയാണ് 5 സെക്കൻഡാണ് അല്ലേ, 5 സെക്കൻഡാണ്. നമുക്ക് നോക്കാം. ശരി, ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് 5 സെക്കൻഡ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റത്തിലേക്ക് കിടക്കാം. ഇനീഷ്യൽ മൊമെൻറ്റം is equal to m into u. That is equal to മാസ് നമുക്കറിയാം 12,000 കിലോഗ്രാം ഇൻറ്റു u 12 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വി ഹാവ് ടു മൾട്ടിപ്ലൈ 12 into 12 and add 3 zeros. 12 into 12, that is equal to 144. Then 3 zeros. 1,44,000 kilogram meter per second. Then final momentum is equal to അല്ലേ m into v. That is equal to 12,000 into v. Already നമുക്കറിയാം v is equal to 10 meter per second. That is 10. That is equal to 12 into 1, that is 12. Then add 1, 2, 3, 0, 4 0. 2, 3, 4. Okay. 1,20,000 kilogram meter per second. Then we have already got final momentum and initial momentum. Okay. Then the change of momentum, that is mv minus mu. That is equal to, we have to calculate the change of momentum, first we write the final momentum. We have to write final momentum minus initial momentum. mv is the final momentum and mu is the initial momentum. Final momentum, that is equal to that എന്താണ് 1,20,000 minus 1,44,000. Okay, that is equal to, എപ്പോഴും it is the lower quantity. 1,20,000 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്. ഇറ്റ് ഈസ് ദി ചെറിയ സംഖ്യയാണ്. 1,44,000 എന്നത് വലിയ സംഖ്യയാണ് അല്ലേ. അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ അല്ലേ, നമ്മളെപ്പോഴും മൈനസാണ് ചേർക്കേണ്ടത്. ശരിയല്ലേ. അപ്പോൾ 144, അപ്പോൾ നമുക്ക് എന്തായാലും ഡിഫറൻസ് കാണാം. ഡിഫറൻസ് നമുക്കറിയാം. 144നെ 120 കൊണ്ട് നമ്മൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക? 24 ഇട്ടിട്ട് 24 അല്ലേ, 24 24,000. ഇതാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയുടെ സിമ്പൽ ചിഹ്നം നമ്മൾ ഇടണം. അപ്പോൾ എത്രയാണ് വരിക? മൈനസ് കിലോഗ്രാം 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൈനസ് 24,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമുക്ക് കിട്ടുന്നത്. ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് -24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഈ മൈനസ് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ബോഡി മൂവിങ് വിത്ത് എ സ്പീഡ്, ആഫ്റ്റർ സം ടൈം ഇറ്റ്സ് സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൈനസ് കൊടുക്കും. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മൊമെൻറ്റം കുറയുക ചെയ്തിട്ടുള്ളത് അല്ലേ. കാരണം സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറയുമ്പോൾ അതിൻ്റെ ഇത് കുറയും. ശരിയല്ലേ? -24 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം സംഭവിക്കുന്നത്, ഹാപ്പനിങ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണ് 5 സെക്കൻഡ്, 5 സെക്കൻഡിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം എം ഇൻറ്റു വി മൈനസ് എം വി മൈനസ് എം യു ഡിവൈഡ് ബൈ ടി. എം വി മൈനസ് എം യു നമുക്ക് കിട്ടി, അതിനെ 5 സെക്കൻഡ് കൊണ്ട് അല്ലേ ടി സെക്കൻഡ് കൊണ്ട് ഹരിച്ചാൽ മതി. മൈനസ് 24,000 ഡിവൈഡഡ് ബൈ ടി എത്രയാണ്? 5 അല്ലേ? എത്രയാണ് വരിക? എത്ര വരും? നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ലേ? 24,000. അതിനെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 14 20, 8 40 അല്ലേ? എത്രയല്ലേ വരിക? ശരിയാണ്. ശരിയല്ലേ? that is equal to rate of change of momentum is equal to എത്രയാണ് വരിക? 4800 മൈനസ് അല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മൈനസ് 4800 നമുക്ക് കിട്ടി. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മൈനസ് 4,800 നമുക്ക് കിട്ടി അല്ലേ? ശരിയല്ലേ? മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മൈനസ് 24,000 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റവും അതുപോലെ തന്നെ ഫോഴ്സുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇത് ഒന്നുകൂടി നമുക്ക് മനസ്സിലായി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി. അതാണ് നമുക്ക് കണ്ടുപിടിച്ചത്. മൈനസ് 4,800 കിട്ടി. അതിന് യൂണിറ്റൊക്കെ ഉണ്ട്, ആ യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് കടക്കാം. രണ്ടാം ചലന നിയമത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് കടക്കാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. എപ്പോഴും ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെൻ എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് an unbalanced external force is used to change the state of rest. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് ഒരു ബോഡിയെ മൂവ്മെൻറ്റ്, അതായത് മോഷനിലേക്ക് എത്തിക്കാൻ, ചലിക്കാൻ, ആ ചലനത്തിലേക്ക് എത്തിക്കാൻ എപ്പോഴും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ, വെറും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഓക്കെ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സാണ് ഏറ്റവും പ്രധാനം. ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അത് നന്നായി നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, നമുക്കതിലേക്ക് കടക്കാം. എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? മൊമെൻറ്റം നിങ്ങൾ കണ്ടുപിടിച്ചു. നമുക്ക് അറിയാം എഫ് ഫിസിക്കൽ ടു. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എഫ് ഈസ് പ്രപ്പോർഷണൽ ടു, പ്രപ്പോർഷണൽ നമ്മളിങ്ങനെയാണ് പറയാം അല്ലേ, എം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഫോഴ്സ്. അല്ലെങ്കിൽ ഇത് തിരിച്ചും പറയാം, ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ദാറ്റ് ഈസ് എം ഇൻറ്റു വി മൈനസ് യു
ബൈ ടി. എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി നമുക്കറിയാം എഫ് ഈ പ്രപ്പോർഷണൽ മാറ്റിയിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നല്ല പറയാം. എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി, ഓർ എഫ് ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. വെൻ എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ, അല്ലേ, എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രപ്പോർഷണൽ മാറ്റി ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കണം. കെ കണ്ട, എപ്പോഴും ഒരു സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കൊടുക്കണം. എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇവിടെ കെ കോൺസ്റ്റൻ്റ് എന്ന് കൊടുക്കുമ്പോൾ കെ ഇവിടെ എയറിൻ്റെ വായുവിൽ അല്ലെങ്കിൽ എയറിൽ കെ എല്ലായ്പ്പോഴും 1 ആണ്. അതുകൊണ്ട് നമുക്ക് എഫ് ഇസിക്കൽ ടു കെക്ക് പകരം 1 കൊടുക്കാം. അപ്പോൾ 1 നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കാം, അല്ലേ. എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി. നമുക്കറിയാം വി മൈനസ് യു ഡിവൈഡ് ബൈ ടി മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, അതെന്താണ്? എക്സലറേഷൻ കേട്ടിട്ടുണ്ടാവും, അല്ലേ. ചേഞ്ച് ഓഫ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് നമുക്കെല്ലാവർക്കും അറിയാം. അത് വി മൈനസ് യു ഡിവൈഡ് ബൈ ടി, അല്ലേ. യു മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എക്സലറേഷൻ, അല്ലേ. എക്സലറേഷൻ, അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ് ദാറ്റ് ഹു ഡിസ്കവേർഡ് ദിസ് ഇക്വേഷൻ ഈസ് ഐസക് ന്യൂട്ടൺ. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ നമുക്ക് എമ്മിന് പകരം നമുക്ക് കിലോഗ്രാം എന്ന് കൊടുക്കുക, എക്ക് പകരം നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് എഫിൻ്റെ യൂണിറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ന്യൂട്ടൻ്റെ പേരിലാണ് അത് കൊടുക്കുന്നത്. അതെന്താണ്? ന്യൂട്ടൻ്റെ പേരിലാണ് അത് ആ യൂണിറ്റ് കൊടുക്കുന്നത്, ന്യൂട്ടൺ, അല്ലേ. അപ്പോൾ ന്യൂട്ടൺ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്ററാണ് എഴുതുക. എങ്ങനെ എഴുതുമ്പോൾ, ലെറ്ററായിട്ട് എഴുതുമ്പോൾ. ഇനി സിമ്പിളായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കും, എൻ. കണ്ടോ, ന്യൂട്ടൺ. അപ്പോൾ യൂണിറ്റ് ഓഫ് എന്താണ് ഫോഴ്സ്, ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മൾ അതിന് മൊത്തത്തിൽ പറയുന്നത് എന്താണ്? എപ്പോഴും നമ്മൾ ന്യൂട്ടൺ എന്നാണ് കൊടുക്കുക. ന്യൂട്ടൺ, കണ്ടോ, ന്യൂട്ടൺ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ ന്യൂട്ടൺ. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ന്യൂട്ടൺ, അല്ലേ. അപ്പോൾ ഫോഴ്സ്, ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ എഴുതും, ന്യൂട്ടൺ. ദെൻ നമ്മൾ സിമ്പിളായിട്ട് എഴുതുമ്പോൾ ന്യൂട്ടൺ എന്ന് പറയും, അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്കറിയാം, അല്ലേ. അപ്പോൾ നമുക്കിത് ദാറ്റ് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം നമുക്ക് 1 കിലോഗ്രാം മാസാണെന്ന് എന്താ പറയുക? 1 കിലോഗ്രാം. എ നമ്മൾ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലേ. എം 1 കിലോഗ്രാമും എ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണെങ്കിൽ, ഇഫ് എം ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം ആൻഡ് എ ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദെൻ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും, ശരിയല്ലേ. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ന്യൂട്ടൺ ആയിരിക്കും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണല്ലോ എന്ത്? ന്യൂട്ടൺ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. എല്ലാവർക്കും മനസ്സിലായല്ലോ, എഫ് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ, അല്ലേ. സോ ദ ഫോഴ്സ് ഈസ് 1 ന്യൂട്ടൺ ഇഫ് എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം മൂവിങ് വിത്ത് an acceleration of 1 meter per second square, then the force is equal to എന്തായിരിക്കും? 1 ന്യൂട്ടൺ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എങ്ങനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? ബോഡി the force of a body, അല്ലേ, ഫോഴ്സ് ഈസ് 1 ന്യൂട്ടൺ ഇഫ് ബോഡി ഓഫ് 1 കിലോഗ്രാം, അല്ലേ, മൂവ് വിത്ത് an acceleration 1 meter per second square. ഇറ്റ്സ് ആക്സലറേഷൻ 1 meter per second square ആവുക, അതിൻ്റെ മാസ് 1 കിലോഗ്രാം ആവുക, ദെൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ന്യൂട്ടൺ ആയിരിക്കും. 1
ന്യൂട്ടൺ ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു, പറയുന്നത് അല്ലേ? എല്ലാവരും അല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, എഫ് ഫിസിക്കൽ ടു എം എ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? എഫ് ഫിസിക്കൽ ടു എം എ എല്ലാവർക്കും മനസ്സിലായല്ലോ, എഫ് ഫിസിക്കൽ ടു എം എ. എങ്കിൽ നമുക്കറിയാം എഫ് ഫിസിക്കൽ ടു എം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പലതും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇഫ് ആക്സലറേഷൻ എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഭാഗം അപ്പോൾ നമുക്കറിയാം, മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ നിങ്ങളൊരു കാർഡ് ഉണ്ടാക്കുക. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാർഡ്. ഇങ്ങനൊരു കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 3 കണ്ടുപിടിക്കാൻ സാധിക്കും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഫോഴ്സ്, മാസ് ആൻഡ് ആക്സലറേഷൻ. ഫോഴ്സ്, മാസ് ആൻഡ് ആക്സലറേഷൻ. ഫോർ എക്സാമ്പിൾ, if we can find out, we have to find out the acceleration A. അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുത്താൽ മതി. ഉണ്ടോ? മുകളിൽ എഫ് ഉണ്ട്, എഫ് ബൈ എം. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എം, ദെൻ എഫ് ബൈ എ. കണ്ടോ? ഇനി എഫ് കണ്ടുപിടിക്കാനോ, എം എ. എഫ് ഫിസിക്കൽ ടു എം എ. വെരി സിമ്പിൾ. എഫ് ഫിസിക്കൽ ടു എം എ ഓർ എ ഇസിക്കൽ ടു നമുക്കറിയാം എഫ് ബൈ എം ആൻഡ് എം ഇസിക്കൽ ടു എഫ് ബൈ എ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ എഴുതൊന്നും വേണ്ട. അതാ എഫ് ഫിസിക്കൽ ടു എം എ ഇസിക്കൽ ടു എഫ് ബൈ എം ആൻഡ് എം ഇസിക്കൽ ടു എഫ് ബൈ എ. ഓക്കെ, ഒരു കണക്ക് നമുക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിയെടുക്കൂ. കണക്ക് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കും എല്ലാവരും. കണക്കിൽ ഇഫ് മാസ് 2 കിലോഗ്രാം, ഇഫ് മാസ് 2 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. 2 കിലോഗ്രാം എല്ലാവരും ഒന്ന് എഴുതിയെടുക്കൂ. 2 കിലോഗ്രാം ആൻഡ് acceleration, force 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. എല്ലാവരും എഴുതിക്കോളൂ. എം ഇസ് ഈക്വൽ ടു 2 കിലോഗ്രാം. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. വാട്ട് വിൽ ബി ദി ആക്സലറേഷൻ? ആക്സലറേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അറിയാം, ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. എഫ് ബൈ എം. എഫ് എത്രയാണ്? 10. ആൻഡ് മാസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2. മാസ് ഇസ് ടു എത്രയാണ്? 2 അല്ലേ? 2. അപ്പോൾ എത്രയാണ് വരിക? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടാവും. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അതിൽ നിന്ന് we derive an important equation, that is F is equal to ma, and we have defined the unit of force, that is Newton. ആദ്യം നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നിന്ന് നമ്മൾ ന്യൂട്ടണിലേക്ക് എത്തി. ഒരു 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദി ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം ആൻഡ് ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ്സ് ദി ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് കേട്ടോ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് ഓർ ഡിറൈവ്സ് ദി എന്താ പറയുക, ഇക്വേഷൻ ഓഫ് ഫോഴ്സ് അല്ലേ? ഇക്വേഷൻ ഓഫ് ഫോഴ്സ് അല്ലേ വന്നത്? എഫ് ഫിസിക്കൽ ടു എം എയിലേക്ക് നമ്മൾ എത്തുക ചെയ്തത് അല്ലേ? ഇനി നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഡിഫൈൻ ചെയ്യുകയാണ്. ഏതിനെക്കുറിച്ച്? ഫോഴ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇനർഷ്യയെക്കുറിച്ചും. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനർഷ്യ ഓഫ് മോഷൻ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറഞ്ഞത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ്സ് അതിൻ്റെ ഇക്വേഷനാണ്, ഇക്വേഷൻ ഓഫ് ദി ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.